ഈശ്വര പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെ മീറ്റിംഗ് തുടങ്ങും? DGPയുടെ മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരം. ഇവള് പാടും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ശരിയാ. എന്താ പ്രശ്നം? ഈശ്വര പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത് കേട്ടു. അല്ല, ഈശ്വര പ്രാർത്ഥന പാടാമെന്ന കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം. മറ്റൊരു കുട്ടിയെ അല്ല, ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ സ്റ്റുഡന്റ് ഇല്ലാന്ന് മാത്രം. അതാരാ സർ? എന്റെ ഭാര്യ ഗീതു. അവൾക്ക് ഈ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പാടാൻ വലിയ താല്പര്യ. അല്ല, നിങ്ങളുടെ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ വേണ്ട. അയ്യോ, ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ സാർ? സാറിന്റെ അയൽവക്കക്കാരനാണ് ഞാൻ. മാഡത്തിന്റെ പലതരത്തിലുള്ള ഒച്ചയും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടും കവിതയും കേട്ടിട്ടില്ലോ സാർ. എന്നാലൊന്ന് കേൾക്കണം. സർവകലാ വല്ലഭയല്ലടോ. വള്ളത്തോളിന്റെയും വയലാറിന്റെയും വൈലോപ്പള്ളിയുടെ ഒക്കെ വരികൾ അവളെ ചൊല്ലുന്നത് കേട്ട നമ്മൾ അങ്ങനെ കേട്ടോണ്ട് നിന്ന് പോവും. അവളുടെ സ്വരമാതിരത്തിന് മുമ്പിൽ പി സുശീലും എസ് ജാനകി ഒന്നുമല്ലടോ സാർ. എന്നാ ഈശ്വര പ്രാർത്ഥന മിസ്സിസ് ഗീതു സഞ്ജീവ് അജണ്ടയിൽ എഴുതി ചേർത്തോ. സംപൂജ്യരായ വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ്. അവരാരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത്. ആ മഹാപ്രതിഭ മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ DGP രാജശേഖരൻ നായരുടെ മകളുമായ മിസ്സസ് ഗീതു സഞ്ജീവ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പുറമെ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസ്സസ് ഗീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.